ബസോർത്തോട് കടന്ന ദാവീദ് താൻ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു മനുഷ്യനെ കണ്ടെത്തി. അവനെ വിളിച്ച് ദാവീദ് ചോദിക്കുവാണ്, നീ ആരാണ്, നീ എങ്ങനെയാണ് ഉപേക്ഷിക്കപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഞാനൊരു മിസ്രൈമ്യ ബാല്യക്കാരനാണ്, ഒരു അമാലേക്കിൻ്റെ ദാസനായിരുന്നു. 3 ദിവസം മുമ്പേ ഞാൻ ദീനം പിടിച്ചത് കൊണ്ട് എൻ്റെ യജമാനൻ എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പൊയ്ക്കളഞ്ഞു എന്ന് പറയുവാണ്. മിസ്രൈമ്യ ബാല്യക്കാരനാണ്, അമാലേക്കിൻ്റെ ദാസനാണ്, ഒരു അന്യ രാജ്യത്തിൽപ്പെട്ട അന്യഭാഷയിൽപ്പെട്ട ഒരു വ്യക്തി, അവൻ്റെ കഴിവ് ഒരു അമാലേക്കിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. എന്നാൽ ഒരു ദിവസം അവന് ദീനം പിടിക്കപ്പെട്ടപ്പോൾ ആ അമാലേക്കിനായ യജമാനൻ ഈ ദാസനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയിക്കളയുകയാണ്. ദാവീദ് അവന് വെള്ളം കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അടുത്ത വാക്യത്തിൽ വായിക്കുകയാണ്, അവന് ഉയിര് വീണു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ചു. ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടിയായിരിക്കാം, ഒരുപക്ഷെ സ്ഥാപനത്തിന് വേണ്ടിയായിരിക്കാം, ഒരുപക്ഷെ സ്നേഹിതർക്ക് വേണ്ടിയായിരിക്കാം, ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് വേണ്ടിയായിരിക്കാം, ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. നല്ലൊരു ഭാഗവും അധ്വാനിച്ചു കഴിഞ്ഞപ്പോൾ ദീനം വന്നപ്പോൾ ഉപേക്ഷിച്ചു പോയ, ക്ഷീണം വന്നപ്പോൾ ഉപേക്ഷിച്ചു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരുവനെ പരിചയപ്പെടുത്തി തരാം. നരയ്ക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞവൻ, ലോകാവസാനത്തോളവും എല്ലാ നാളും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരു നല്ല കർത്താവ്. അവൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല.